ഹായ് ഓൾ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റ് എന്താ പറയുക ഒരു ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഈ ഒരു പ്രൈസ് ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് 51,320ക്കും എന്താ പറയുക 51,450 ഇടയിൽ. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു ലാസ്റ്റ് ഒരു 1 അവർ എസ്പെഷ്യലി ഒരു ലാസ്റ്റ് 15 മിനിറ്റ്സ് എല്ലാം നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ കാണാൻ പറ്റും ഒരു എന്താ പറയുക നല്ലൊരു മൊമെന്റം ബോട്ടമിലോട്ട് കാണിക്കുന്നുണ്ടായിരുന്നു മാർക്കറ്റ്. ഏതായാലും ഇപ്പോൾ ലാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആ പ്രൈസ് ലെവലിൽ അതൊന്ന് ഒബ്സർവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് മാർക്ക് ചെയ്ത് കാണിക്കാം. എന്താ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ളത് കാണാൻ പറ്റും. പലവട്ടം പ്രൈസ് അവിടെ നിന്ന് റിജക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ എന്താ പറയുക കറന്റ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഫ്രൈഡേയിൽ ആ ഒരു മൂവ്മെന്റ് വെച്ചിട്ട് ഒരു മേ ബി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും ഇനീഷ്യലി, എന്നിട്ടൊരു ബോട്ടം മൂവ്മെന്റ് തരാനാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഒരിക്കലും ചാടി കയറി ബയോ സെല്ലോ ഒന്നും ചെയ്യരുത്. പകരം വാച്ച് ചെയ്യാം, ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പ്രൈസ് ലെവൽ എത്ര 51 ഒരു ഈ ഒരു പ്രൈസ് ലെവൽ 51,100 ഇവിടെ എത്താനായിട്ട് നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ലെവല് ഇവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു റിവേഴ്സലോ മറ്റോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ബൈ ഓർഡർ പോകുന്നതാണ്. ഇവിടെ ഇതൊരു ടാർഗറ്റ് കീപ്പ് ചെയ്യുക, അവിടെ നിന്ന് ഒരു ട്രേഡും കൂടെ എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ഐ മീൻ ഒരു കൺഫർമേഷൻ കിട്ടാനായിട്ട് ഓൺ ദ സ്പോട്ട് ഇവിടെ പ്രൈസ് വന്നപ്പോൾ തന്നെ നിങ്ങൾ ബൈ ചെയ്ത് പോകരുത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ അവിടെ നിന്ന് പിന്നെയും താഴത്തോട്ട് പോകുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ വരെ ഇത് ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ വരെ എത്താനായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു റിവേഴ്സലും കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഒരു ബൈ ഓർഡർ പോകുന്നതുള്ളൂ. അതാണ് നിങ്ങൾക്ക് നാളത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരു പ്ലാൻ. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഒരു ഡൗൺ മൂവ്മെന്റ് തരാതെ ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്ത് ഒരു അപ്പ് മൂവ്മെന്റ് ആണ് തരുന്നത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ചാടി കയറി ട്രേഡ് നിർക്കരുത്. ആദ്യം ജസ്റ്റ് വാച്ച് ചെയ്യുക. ഒരിക്കലും പ്രൈസിനെ പുറകെ പോരുത്. ജസ്റ്റ് വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്ലാൻ ഞാൻ പറയാം. ഈ ഒരു പ്രൈസ് ലെവൽ, അതായത് പ്രീവിയസ് ഡേ ഹൈ, ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ബൈ ഓർഡർ പോകാം. പക്ഷെ അതല്ല, പ്രൈസ് ഇവിടെ കിടന്ന് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ട, അതായത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അതൊരു റിവേഴ്സലായിരിക്കും, തിരിച്ച് താഴത്തോട്ട് തന്നെ വരും. അപ്പോൾ എന്താ ചെയ്യുക? ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങളുടേതായ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഒരു പി ബൈ ചെയ്യാം, അല്ലെങ്കിൽ സെൽ സൈഡിലോട്ട് പോകാം. ടാർഗറ്റ് ഇന്നലത്താലോ നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. ഒന്ന്, മാർക്കറ്റ് ഇപ്പോൾ ഗ്യാപ് ഡൗണിലോ അല്ലെങ്കിൽ ഒരു താഴത്തേക്കാണ് മാർക്കറ്റ് ഇനീഷ്യലി പോകുന്നതെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് റിവേഴ്സൽ ഇന്ന് ക്യാച്ച് ചെയ്യുക പ്രോപ്പറായിട്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് ഈ ഒരു ലെവൽ വാച്ച് ചെയ്യുക. ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബൈ പോവാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തട്ടി താഴോട്ട് റിവേഴ്സൽ കിട്ടുമ്പോൾ അത് ക്യാച്ച് ചെയ്യുക കൺഫർമേഷന് ശേഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തേക്കുള്ള നമ്മുടെ പ്ലാൻ. താങ്ക് യു.